കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വൈദികനായ ഫാദർ ബ്രൂണോ കാന്റ് നിത്യതയിലേക്ക് പ്രവേശിച്ചു. 110-ാം വയസ്സിൽ ജർമ്മനിയിലെ ഫുൾഡയിലായിരുന്നു അന്ത്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് തടവറയിലെ ക്രൂരമായ പീഡനങ്ങളെ ദൈവവിശ്വാസം കൊണ്ട് അതിജീവിച്ച അദ്ദേഹം 3/4 നൂറ്റാണ്ടിലധികം നീണ്ട പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയും വിശ്വസ്തയോടുള്ള ഇടയ സേവനത്തിലൂടെയും ദൈവസ്നേഹത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷ്യമായി അദ്ദേഹം മാറി. 1916 ഫെബ്രുവരി 26-ന് അന്നത്തെ പശ്ചിമ പ്രഷ്യയിലാണ് ബ്രൂണോ കാന്റിന്റെ ജനനം. ചെറുപ്പകാലത്ത് തന്നെ വൈദികനാകാൻ ആഗ്രഹിച്ചെങ്കിലും രണ്ടാം ലോക മഹായുദ്ധം അദ്ദേഹത്തിന്റെ ജീവിത വഴി മാറ്റിമറിച്ചു. ദൈവശാസ്ത്ര പഠനത്തിനിടയിൽ നിർബന്ധിത സൈനിക സേവനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം യുദ്ധത്തിനിടയിൽ സോവിയറ്റ് യൂണിയന്റെ തടവുകാരനായി ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു. എന്നാൽ തടവറയിലെ കഷ്ടപ്പാടുകൾക്കൊന്നും അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസത്തെ തളർത്താനായില്ല. 1948-ൽ റഷ്യൻ തടവിൽ നിന്ന് മോചിതനായ ശേഷം പഠനം പുനരാരംഭിച്ച അദ്ദേഹം 1950 ജൂലൈ 23-ന് ഫുൾഡ കത്തീഡ്രലിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. ഒരു ഇടവകയുടെ വികാരിയായി മാത്രം 30 വർഷത്തോളം സേവനം ചെയ്തു. 1991-ൽ ഔദ്യോഗിക പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും തന്റെ 102-ാം വയസ്സ് വരെ ആത്മീയ ശുശ്രൂഷകളിൽ അദ്ദേഹം സജീവമായിരുന്നു. പ്രാർത്ഥനയാണ് തന്റെ ദീർഘായുസിന്റെ രഹസ്യമെന്ന് മുൻപ് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ വർഷം ഫെബ്രുവരി 26-നായിരുന്നു ഫാദർ കാന്റ് തന്റെ 110-ാം ജന്മദിനം ആഘോഷിച്ചത്. ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് ലിയോ 14-ാം പാപ്പ അദ്ദേഹത്തിന് വ്യക്തിപരമായി കത്തയച്ച് ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. സഭയ്ക്ക് അദ്ദേഹം നൽകിയ ദീർഘവും വിശ്വസ്തവുമായ സേവനങ്ങൾക്ക് കത്തിലൂടെ മാർപ്പാപ്പ നന്ദി അറിയിക്കുകയും ചെയ്തു. 1 നൂറ്റാണ്ടിലധികം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്നേഹദൂതമായി ജീവിച്ച പ്രിയപ്പെട്ട ഇടയന്റെ വിയോഗത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.